അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ബെൻഡിഗോ എന്നുള്ളൊരു പ്ലേസിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹം നമുക്ക് ഈ സ്ഥലത്തിനെ കുറിച്ചും ഇവിടുത്തെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നതാണ്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റോമിംഗ് റിപ്പോർട്ട്സ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇദ്ദേഹത്തോട് ചോദിച്ചറിയാം. ഹലോ, നമസ്കാരം. ഞാൻ ജംഷീർ. ഹായ്. ജംഷീറിന്റെ ജസ്റ്റ് ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ? ഷുവർ. ജംഷീർ എന്നാണ് എൻ്റെ പേര്. ഞാൻ ഗൂഡല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്. അപ്പോൾ മലപ്പുറം ആണ് സ്ഥലം. ഗൂഡല്ലൂർ എന്നാണ് ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ. അത് കഴിഞ്ഞ് കോളേജും ഒക്കെ പോണ്ടിച്ചേരിയിലായിരുന്നു. അത് കഴിഞ്ഞ് UK ഉണ്ടായിരുന്നു. ടിൻഡോയുടെ കൂടെ UK വർക്ക് ചെയ്തിരുന്നു. അതിന് മുമ്പ് ഗൾഫിലും ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് നാൾ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ 2 വർഷമായിട്ട് ബെൻഡിഗോ എന്ന് പറഞ്ഞ ടൗണിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യാം, അതുപോലെ തന്നെ ബെൻഡിഗോ ചൂസ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ കാരണം എന്തായിരുന്നു? ഓക്കെ. UK ഓക്കെ ആയിരുന്നു എനിക്ക്, പക്ഷേ അവിടുത്തെ വെതറിൻ്റെ ഒരു പ്രയാസമായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഓസ്ട്രേലിയ ചൂസ് ചെയ്തത്. ബെൻഡിഗോയിലേക്ക് വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ബെൻഡിഗോ റീജിയണലാണ് ഒന്ന്, എന്നാൽ തന്നെ വിക്ടോറിയയിലെ 4th ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ടൗൺ ആയിട്ടാണ് ബെൻഡിഗോ അറിയപ്പെടുന്നത്. പിന്നെ എനിക്ക് എൻ്റെ പേഴ്സണലി എൻ്റെ 2-3 സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരും റെക്കമെൻഡ് ചെയ്ത ഒരു ടൗണാണ് ബെൻഡിഗോ. അപ്പോൾ അതുകൊണ്ടാണ് ബെൻഡിഗോ മെയിനായിട്ട് ചൂസ് ചെയ്യാനുള്ള കാരണം. ഇപ്പോൾ UK എത്ര വർഷത്തോളം ഉണ്ടായിരുന്നു? UK ഓൾമോസ്റ്റ് 3 years ഉണ്ടായിരുന്നു. 3 years ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ UK ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്തു. അങ്ങോട്ട് ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്തതിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അതുകൊണ്ട് ഒരു ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വെതർ തന്നെയാണ്. നമുക്കിവിടെ ഒരു 9 calendar months അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെതറായിട്ട് കിട്ടും. ഒരു ടുവേർഡ്സ് ദ എൻഡ് ഓഫ് മെയ് തൊട്ടാണ് ചെറിയൊരു വിൻ്റർ പോലെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള ടൈം May to August ചെറിയൊരു വിൻ്ററാണ്. ബാക്കിയുള്ള സമയം നമുക്ക് ഫുള്ളായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് അതാണ് മെയിൻ അഡ്വാൻറ്റേജ്. പിന്നെ വർക്ക് എൻവയൺമെൻറ്റും ഒരുപാട് ഡിഫറെൻ്റ് ആണ്. വർക്ക് കൾച്ചറും ഇവിടെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഞാൻ UK NHSലായിരുന്നു, പബ്ലിക് സെക്ടറിലായിരുന്നു. അപ്പോൾ വർക്ക് പ്രഷർ തീർച്ചയായിട്ടും അവിടെ വർക്ക് ചെയ്തവർക്ക് അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഹാസിൽസ് ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഞാൻ പ്രൈവറ്റ് സെക്ടറിലാണ്, കുറച്ചും കൂടി ഈസ്റ്റ് ഓഫ് ആണ്. അപ്പോൾ അതാണ് ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസുകൾ. അപ്പോൾ എംപ്ലോയർ ഏതാണ്? ഞാനിപ്പോൾ സെൻറ്റ് ജോൺ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ ട്രസ്റ്റിലാണ്. ഒരു പ്രൈവറ്റ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് സെൻറ്റ് ജോൺ ഓഫ് ഗോഡ്. അവരുടെ ഹോസ്പിറ്റലിൽ ഞാനിപ്പോൾ മെഡിക്കൽ റീഹാബിലാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ. ഇതിനു മുമ്പ് UK സ്ട്രോക്കിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ മെഡിക്കൽ റീഹാബിലാണ്. ഓക്കെ. ഇപ്പം നേരത്തെ പറഞ്ഞു ലൈക്ക് ക്ലൈമറ്റ് ആണ് മറ്റൊരു റീസൺ ഇങ്ങടേക്ക് മൂവ് ചെയ്യാൻ. അതെ. അപ്പോൾ ഒരു ക്ലൈമറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ട് ബെൻഡിഗോയിലെ ക്ലൈമറ്റ് പെർട്ടിക്കുലർലി പറയുകയാണെങ്കിൽ എന്താ അഭിപ്രായം? തീർച്ചയായിട്ടും നല്ല അഭിപ്രായമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ ഒരുപാട് ചൂടാവുന്ന ദിവസങ്ങൾ വളരെ കുറവാണ്. അതുപോലെ വിൻ്റർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ടുവേർഡ്സ് എൻഡ് ഓഫ് ദ മെയ് തൊട്ട് ഒരു മിഡ് ഓഗസ്റ്റ് വരെ നമുക്കൊരു വിൻ്ററാണ്. ജൂൺ ജൂലൈ അത്യാവശ്യം പീക്ക് തണുപ്പുള്ള സമയങ്ങളാണ്. ഇപ്പോഴൊക്കെ നല്ല തണുപ്പുള്ള ഒരു ടൈമാണ്. 0 അല്ലെങ്കിൽ അതിൽ താഴെ വരെ പോകുന്നുണ്ട്, റെയർലി ആണെങ്കിൽ പോലും പോകാറുണ്ട്. സമ്മർ ടെമ്പറേച്ചർ വലിയ കുഴപ്പമില്ല, ഓക്കെയാണ്. നമുക്ക് അത്യാവശ്യം ബെയർ ചെയ്യാവുന്ന തന്നെയാണ്. ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു UK നിന്ന് എവിടെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പഫർ ജാക്കറ്റ് ഇട്ട് പുറത്തിറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ ഇവിടെ വളരെ വിരളമായിട്ടാണ് വരാറ്. ഇല്ലയെന്ന് തന്നെ പറയാം. നമുക്കൊരു ലൈറ്റ് ജാക്കറ്റ് ഇട്ടാൽ ബെയർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പിന്നെ നമ്മളെല്ലാവരും മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇപ്പോൾ നമ്മൾ ചെല്ലുന്ന ഒരു സ്ഥലത്തുണ്ടോ, അതിൻ്റെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനായിട്ടുള്ളത്? ബെൻഡിഗോ അത്യാവശ്യം ത്രൈവിംഗ് ആയിട്ടുള്ള ഒരു വൈബ്രൻറ്റ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉള്ള ഒരു ടൗണാണ്. 2 ആക്റ്റീവായിട്ടുള്ള അസോസിയേഷനുകളാണ് ഞാനിവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ബെൻഡിഗോയും അതുപോലെ തന്നെ ബെൻഡിഗോ മലയാളി അസോസിയേഷനും. രണ്ടും ഇവിടെ സജീവമായിട്ടുള്ള 2 അസോസിയേഷനുകളാണ്. അത്യാവശ്യം മെമ്പർഷിപ്പും അത്യാവശ്യം ആക്ടിവിറ്റീസുകളും ഇവൻസും എല്ലാം ഓർഗനൈസ് ചെയ്യുന്ന 2 അസോസിയേഷനുകളാണ് രണ്ടും. പിന്നെ നല്ലൊരു ശതമാനം ആളുകൾക്കും പരസ്പരം അറിയാം. അതും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു അവിടെ ബെൻഡിഗോയിൽ. പിന്നെ ഇപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ പറഞ്ഞ ഇന്ത്യൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ ഒരുപാട്, അപ്പോൾ നമുക്ക് ഇന്ത്യൻ ഗ്രോസറീസും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ഈസിയാണോ? സൗത്ത് ഇന്ത്യൻ ഗ്രോസറീസ് നമ്മളിവിടെ 2 ഷോപ്പുകളെയാണ് കൂടുതലും ആശ്രയിക്കുന്നത്. ഒരു ബിഗ് ബസാർ ബെൻഡിഗോയും അതുപോലെ സ്പൈസ് ആൻഡ് ഗ്രെയിനും. രണ്ടും അത്യാവശ്യം
ഈക്വലി ഗുഡായിട്ടുള്ള 2 ഷോപ്സാണ്. പിന്നെ രണ്ടും നമുക്ക് വേണ്ട അത്യാവശ്യം ഉള്ള എല്ലാ ഐറ്റംസും കിട്ടും. സ്നാക്സ് ആയാലും ഇപ്പോൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള സ്നാക്സ് ആണെങ്കിലും റെഡി ടു കുക്ക് ആയിട്ടുള്ള സ്നാക്സ് ആണെങ്കിലും മസാല പൊടികൾ, റൈസ് എല്ലാം ഇവിടെ അങ്ങനെ നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു ഡിമാൻഡിന് സപ്ലൈക്ക് ഒരു തടസ്സം ഉണ്ടായതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും ഡിമാൻഡ് എപ്പോഴും ഉണ്ട് താനും, അതുകൊണ്ട് അവർക്കും ബുദ്ധിമുട്ടില്ലാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പുതിയ ഫാമിലി ഇപ്പോൾ ബെൻഡിഗോയിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിലും ഇവിടെ ഒരു വീട് കണ്ടെത്താനും പിന്നെ അതുപോലെ തന്നെ ഹൗസ് റെന്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എങ്ങനെയാണ്, ഈസി ആണോ? അതുപോലെ ഹൗസ് റെന്റ് ഒക്കെ ഓക്കെ ആണോ? ഹൗസ് റെൻറ്റ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഏറ്റവും പിന്നെ 400 തൊട്ടാണ് വീക്ക്ലി റെൻറ്റുകളാണ് ഇവിടെ സാധാരണ പറയാറ്. 400 എബവ് ആണ് യൂഷ്വലി ഇപ്പോൾ കറൻ്റ്ലി പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് റെൻ്റലിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ വീട് ഇപ്പോൾ ഇവിടെ റെൻ്റൽ മാർക്കറ്റ് ടൈറ്റ് ആണ് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. റെന്റിന് വീട് കിട്ടാൻ കുറച്ച് ചലഞ്ചിങ് ആണ്, ബട്ട് വീട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് വരുന്നൊരു ഫാമിലി ഇപ്പോൾ അവർക്കൊരു വീട് റെന്റിന് എടുക്കണമെങ്കിൽ എന്തെങ്കിലും വല്ല സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഉണ്ടോ? അതുപോലെ റിയൽ എസ്റ്റേറ്റ് പോലുള്ള ആപ്പുകൾ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതുണ്ടോ? രണ്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ നിന്ന് കിട്ടിയിട്ട് വരുന്നവരും ഉണ്ട്, പിന്നെ ഈ പറയുന്ന പോലെ പേഴ്സണൽ റെഫറൻസിൽ നിന്ന് വീടുകൾ കിട്ടുന്നവരും ഉണ്ട്. ആക്ച്വലി എനിക്ക് തോന്നുന്നത് കുറേയൊക്കെ നമ്മുടെ ലക്കിൻ്റെ ഒരു ഫാക്ടർ ഉണ്ടെന്ന് തോന്നുന്നു. ചിലർക്ക് പെട്ടെന്ന് വീട് കിട്ടുന്നവരുണ്ട്, ചിലർക്ക് കുറച്ച് വെയിറ്റ് ചെയ്ത് കിട്ടുന്നവരുണ്ട്. അപ്പോൾ അത് ഡിപ്പെൻസ് ഓൺ ദ ടൈം ദാറ്റ് യു കം ആൻഡ് അപ്പോഴത്തെ ഒരു റെൻ്റൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചാണെന്ന് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് ഇപ്പോൾ ഒരു ഫാമിലി ആയിട്ടൊരു ഗ്രൂപ്പ് ഇപ്പം ഇവിടേക്ക് ആദ്യമായിട്ട് ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യുമ്പോൾ അവരുടെ മെയിൻ കൺസേൺ ഇതായിരിക്കും, ലൈക്ക് ഒരു വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആരാണ് മെയിൻ എംപ്ലോയി ആയിരിക്കും. അപ്പോൾ അവർക്ക് ഡിപ്പെൻഡൻറ്റിന് ഒരു ജോബ് കണ്ടെത്താന്നൊക്കെ പറയുന്നത് ബെൻഡിഗോയിൽ എങ്ങനെയാണ് അതിൻ്റെ സാഹചര്യങ്ങൾ? ഡിപ്പെൻഡൻസിന് ജോലി ഇവിടെ ഒരു കുഴപ്പമില്ലാത്തൊരു ആസ്പെക്റ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടുപേരും നഴ്സുമാരാണെങ്കിൽ ഹെൽത്ത് സെക്ടറിൽ തന്നെ ആയിരിക്കും ഓബ്വിയസ്ലി വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പരിചയത്തിലുള്ള സുഹൃത്തുക്കളെല്ലാം അവർ രണ്ടുപേരും നഴ്സുമാരിൽ നല്ലൊരു ശതമാനം ആളുകളും അങ്ങനെയാണ്. അപ്പോൾ അവർ ഹോസ്പിറ്റൽ സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. ഡിസബിലിറ്റി സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ഡിപ്പെൻഡൻസ് ആയിട്ട് വരുന്നവർ. പിന്നെ ബെൻഡിഗോ ടാക്സിയിലും അത്യാവശ്യം മലയാളികൾ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള ഒരുപാട് പേരും ബെൻഡിഗോ ടാക്സിയിലും പോകുന്നുണ്ട്. ഈ 3 സെക്ടറിലാണ് മെയിനായിട്ട് ഇവിടെ കറൻ്റ്ലി ജോബ് അവൈലബിലിറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ജോബ് അവൈലബിലിറ്റി ഒരു ഫാക്ടർ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, കിട്ടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കൊരു കാഷ്വൽ ജോബ്സ് ആണെങ്കിലൊക്കെ ഫൈൻഡ് ചെയ്യാനായിട്ടൊക്കെ ഈസി ആയിരിക്കും. കുറച്ചൊന്ന് പ്രയാസപ്പെടണം, പക്ഷേ കിട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വന്നൊരു മാക്സിമം ഒരു 3 to 6 months അതിനു മുമ്പ് റെഡി ആവുന്നതാണ് കറൻ്റ്ലി ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് അത് ഇപ്പോഴത്തെ ജോബ് മാർക്കറ്റ്. ഇപ്പൊ പറഞ്ഞു ടാക്സി ഒക്കെ ഓടിക്കാം എന്നുള്ള കാര്യമാണ്. അപ്പൊ അത് ഓർത്തപ്പോഴായിരുന്നു ഇവിടുത്തെ ബെൻഡിഗോയിലെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക്? നമുക്കിവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒരു ഏർലി മോർണിംഗ് 7 തൊട്ട് ഈവനിങ് 5 വരെ അത്യാവശ്യം ഫ്രീക്വൻ്റ് ആയിട്ട് എല്ലാ റൂട്ടുകളിലും ഓടുന്നുണ്ട്. പിന്നെ ഈവനിങ് 5 കഴിഞ്ഞാൽ അവരുടെ ഫ്രീക്വൻസി കുറച്ച് മാറും. എനിക്ക് തോന്നുന്നു അവർലി അല്ലെങ്കിൽ എവറി സെക്കൻഡ് അവർലി ഒരു ബസ്സൊക്കെ ആയിട്ട് പോകുന്ന പോലെ ഉണ്ട്. ഒരു 9 o'clock ആണെന്ന് തോന്നുന്നു, അതോടുകൂടി ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി കഴിയും. പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ബസ് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെ. പിന്നെ ഇവിടുന്ന് ഇപ്പോൾ നമുക്ക് എയർപോർട്ടിലേക്ക് പോകാനാണെങ്കിൽ നമുക്കിവിടെ ബെൻഡിഗോ എയർപോർട്ട് സർവീസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹാസിൽസ് ഒന്നുമില്ല. നമ്മൾ പാർക്കിങ്ങിനെ കുറിച്ചൊന്നും ബോധർ ചെയ്യേണ്ട കാര്യമില്ല. അവരവിടെ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിറക്കും, നമുക്ക് അവിടെ നിന്ന് കയറി പോവാം. തിരിച്ചു വരുമ്പോൾ അതുപോലെ അവരുടെ തന്നെ ഇത് ബുക്ക് ചെയ്താൽ നമുക്കിവിടെ ബെൻഡിഗോയിൽ വന്നിറങ്ങാം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നലെ പുറത്തു പോയപ്പോൾ ഞാൻ അവിടെ ട്രാമിൻ്റെ ലൈനുകളൊക്കെ, ട്രാം സർവീസ് ഉണ്ടോ അതോ ജസ്റ്റ്? ഇല്ല, അത് ഹെറിറ്റേജ് ട്രാമാണ്. ബെൻഡിഗോയിലുള്ളത് ഹെറിറ്റേജ് ട്രാമാണ്. ടൂറിസ്റ്റിന് വേണ്ടി മാത്രമുള്ളതായിട്ടൊരു ട്രാമാണ് അതുള്ളത്. പിന്നെ നമുക്ക് ഇവിടുന്ന് ട്രെയിനുകളുണ്ട്. ഇപ്പോൾ മെൽബൺ സദേൺ ക്രോസിലേക്കൊക്കെ പോകാൻ അത്യാവശ്യം ഫ്രീക്വൻ്റ് ആയിട്ട് തന്നെ പബ്ലിക് ഇവിടുത്തെ എപ്സത്തുനിന്നുണ്ട്, അതുപോലെ തന്നെ ബെൻഡിഗോ സ്റ്റേഷനിൽ നിന്നും നമുക്ക് ബോർഡിംഗ് പോയിന്റ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു റഫ്ലി ഒരു 2 hour 50 minutes 2 hour 45 minutes ഇവിടുന്ന് ട്രാവൽ ഉണ്ട് ട്രെയിനിന് സദേൺ ക്രോസിൽ എത്താൻ. ബൈ റോഡ് ഡിപ്പെൻസ് ഓൺ ദ ട്രാഫിക്, ബട്ട് എനിക്ക് തോന്നുന്നു എയർപോർട്ടിലേക്ക് എനിക്ക് ഒരു 1 hour 45 minutes ഡ്രൈവ് ഉണ്ട്. അപ്പൊ നിങ്ങളിപ്പോ നിയറസ്റ്റ് എയർപോർട്ട് എന്ന് പറയുമ്പോൾ മെൽബൺ ആണ്. ഇന്റർനാഷണൽ വരുന്നത് തുളമറീൻ മെൽബൺ എയർപോർട്ടാണ്. അവിടെ നിന്നാണ് ട്രാവൽ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാനായിട്ട് താല്പര്യമുള്ള കാര്യമായിരിക്കും, ലൈക്ക് ഇപ്പൊ നമ്മുടെ ഫാമിലി ആയിട്ട് മൂവ് ചെയ്യുമ്പോഴും നമ്മുടെ പിള്ളേർക്ക് ഇവിടെ എഡ്യൂക്കേഷൻ എങ്ങനെയാണ്, അതിന്റെ എല്ലാ ഈസി ആയിട്ട് സ്കൂളുകളൊക്കെ ഫൈൻഡ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ഹയർ എഡ്യൂക്കേഷൻ ആണെങ്കിലും ഓപ്ഷൻസ് ബെൻഡിഗോ തന്നെ ഉണ്ടോ?
അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനുണ്ടാവോ? തീർച്ചയായിട്ടും. ഇവിടെ സ്കൂൾസ് ആണെങ്കിൽ 3 ടൈപ്സ് ആണ്. പബ്ലിക് ഉണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് ഉണ്ട്, ഗ്രാമർ സ്കൂൾസും ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പബ്ലിക് സ്കൂളുകൾ അവരുടെ ഒരു കാച്ച്മെൻറ്റ് ഏരിയ ഉണ്ടാവും ഓരോ സ്കൂളിനും. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ അഡ്രസ്സെങ്കിൽ ഒരു നല്ലൊരു പെർസെൻറ്റേജ് നമുക്ക് അവിടെ തന്നെ അഡ്മിഷൻ കിട്ടേണ്ടതാണ്. അല്ലാത്ത പക്ഷം അവർ തന്നെ നമ്മളോട് ഓപ്ഷൻസ് സജസ്റ്റ് ചെയ്യും എന്താണെന്നുള്ളത്. പബ്ലിക് സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടുന്നത് അവർക്ക് സീറ്റ് ഉണ്ടെങ്കിൽ ഓക്കെയാണ്, നമുക്ക് ഉടനെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ നടക്കും. പ്രൈവറ്റ് സ്കൂളുകളുണ്ട്. പ്രൈവറ്റ് സ്കൂളുകളിൽ ഡിപ്പെൻഡ്സ് ഓൺ ദ സീറ്റ്സ്, അവരുടെ സീറ്റ് അവൈലബിലിറ്റി അനുസരിച്ചാണ് അവർ അലോട്ട് ചെയ്യാറ്. പിന്നെ ഇവിടെ 3 പ്രൈവറ്റ് സ്കൂളുകളാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉള്ളത്. കൂടുതലും ഇന്ത്യൻസ് പോകുന്ന ഒരു വിക്ടറി സ്കൂളുണ്ട്, പിന്നെ അതുപോലെ ക്രീക്കുണ്ട്, പിന്നെ തേർഡ് വൺ ഒരു മറിസ്റ്റ് ഉണ്ട്. അങ്ങനെ 3 സ്കൂളുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഗ്രാമർ സ്കൂളാണെങ്കിൽ ഗ്രിട്ടൺ എന്ന് പറഞ്ഞൊരു ഗ്രാമർ സ്കൂളാണ് ബെൻഡിഗോയിലുള്ളത്. യൂണിവേഴ്സിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ലട്രോബ് ഉണ്ട്, ബെൻഡിഗോയിൽ തന്നെ ലട്രോബ് യൂണിവേഴ്സിറ്റി ഉണ്ട്. ലട്രോബ് യൂണിവേഴ്സിറ്റി ഇവിടെ ഒരു അത്യാവശ്യം വലിയ ഡിസ്റ്റൻസ് ഇല്ലാത്ത സ്ഥലത്ത് തന്നെയാണ്. ആ ഒരു മിഡിൽ പോയിന്റ് ആയിട്ട് തന്നെ ലട്രോബ് യൂണിവേഴ്സിറ്റി ഉള്ളത്, അതും അവൈലബിൾ ആണ്. ഇപ്പൊ ജംഷീർക്കയുടെ മകൻ പഠിക്കുന്നത് ഇപ്പൊ 4th ഗ്രേഡിൽ, ഗ്രേഡ് 4. നമുക്ക് ഇവിടെ ലൈക്ക് ഇപ്പൊ ഈ ഒരു 10th ഗ്രേഡ് വരെയുള്ള എഡ്യൂക്കേഷൻ ഒക്കെ എങ്ങനെ ഫ്രീ ആണോ അത് എക്സ്പെൻസീവ് ആണോ? പബ്ലിക്കിലാണെങ്കിൽ നമുക്ക് ഫീസായിട്ട് അടയ്ക്കേണ്ടതില്ല. സ്കൂളിൽ എന്തെങ്കിലും ക്യാമ്പുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കാനേ ഉണ്ടാവുള്ളൂ. പിന്നെ സ്കൂളുകളായിട്ട് ചാർജ് ചെയ്യുന്ന മെയിൻ്റനൻസ് ഫീസോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ഇതുണ്ടെങ്കിലേ ഉള്ളൂ. അതുവരെ ഉള്ളതെല്ലാം ഫ്രീ ആണെന്നാണ്. അതെ, അബവ് 6th ആൻഡ് അബവ് എങ്ങനെയാണെന്ന് എനിക്കിപ്പോൾ കറൻ്റ്ലി അറിയത്തില്ല, പക്ഷെ അപ് ടു 6 ഫ്രീ തന്നെയാണ്. PR ഉള്ളത് കൊണ്ടാണോ നമുക്ക് ആ ബെനിഫിറ്റ് കിട്ടുന്നത്? അതിപ്പോ ചിലവർ ചിലപ്പോൾ ആദ്യമായിട്ട് വരുമ്പോൾ ചിലപ്പോൾ PR ഉണ്ടാവത്തില്ല, ഓഫീസിലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എക്സ്പെൻസ് കൂടുമോ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ? ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രൈമറി എഡ്യൂക്കേഷൻ ഫ്രീ ആണെന്നാണ് എൻ്റെ ഒരു സെയിം ആണെന്നുള്ളത്. അതെ, എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അതാണ്. പിന്നെ നേരത്തെ എന്തോ ഒരു പോയിന്റ് നോട്ട് പറഞ്ഞായിരുന്നു, ലൈക്ക് ഡെന്റൽ കെയറിന്റെ ആഡ് ചെയ്തായിരിക്കും. ഈ അപ് ടു 12 ഇയേഴ്സ് പിള്ളേരുടെ ഒരു 12 ഇയേഴ്സ് വരെ നമുക്ക് ഇവരുടെ ഡെന്റൽ കെയർ എല്ലാം ഇവിടെ ഫ്രീ ആണ്. ഐ മീൻ നമ്മൾ സ്കൂളിൽ നിന്നും അപ്പോയിൻമെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവരും ലീവ് തരും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡെൻ്റൽ ചെക്കപ്പ് ഒക്കെ അവർക്ക് പിള്ളേർക്ക് ഫ്രീ ആണ് ആക്ച്വലി അപ് ടു 12 ഇയേഴ്സ്. അത് PR-നാണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, ബട്ട് ഞാൻ മനസ്സിലാക്കുന്നത് 12 ഇയേഴ്സ് വരെ പിള്ളേർക്ക് ഫ്രീ ആയിട്ട് ഡെൻ്റൽ ചെക്കപ്പും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ അതും അവർ ഫ്രീ ആയിട്ട് അപ്പോയിൻമെൻറ്റ് തന്ന് ചെയ്യിക്കാറുണ്ട്. അതിപ്പോൾ നമുക്ക് ഏത് GP-ലോട്ടും പോകാൻ പറ്റില്ല, ലൈക്ക് പ്രൈവറ്റ് അങ്ങനെ എന്തെങ്കിലും കൺസിഡറേഷൻ ഉണ്ടോ? പബ്ലിക് ആയിരിക്കണം എന്നുള്ളത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പബ്ലിക്കിലാണ് പോയത്. അവരിങ്ങനെ കോൺടാക്ട് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് പറയുന്നത്, അപ്പോഴേ എനിക്ക് അറിഞ്ഞത്. പക്ഷെ അതിവിടെ കറൻ്റ്ലി അത് എല്ലായിടത്തും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതലായിട്ട് ഓസ്ട്രേലിയക്ക് വരാൻ ആഗ്രഹിക്കുന്നവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? UK ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരോട്? UK ഇങ്ങോട്ട് വരാനുള്ളവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വെതർ പ്രയാസമുള്ളവർക്ക് തീർച്ചയായിട്ടും ഓസ്ട്രേലിയ ഒരു നല്ലൊരു ഓപ്ഷനായിട്ടായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അവിടെ 4 days ഡ്യൂട്ടിയും അല്ലെങ്കിൽ 3 days ഷിഫ്റ്റും 4 days ഓഫും അങ്ങനെ ഒരു കൾച്ചർ ഉള്ള സ്ഥലമാണല്ലോ UK. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രീ ടൈം അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ഫ്രണ്ട് സർക്കിളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ കറൻ്റ്ലി നമുക്കൊരു 5 days അല്ലെങ്കിൽ 6 days ആക്റ്റീവായിട്ട് വർക്കിലുള്ളവരാണ് കൂടുതലും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സർക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന വലിയൊരു ഫ്രണ്ട് സർക്കിൾ മെയിൻറ്റെയിൻ ചെയ്ത് സോഷ്യലൈസിങ് ആയിട്ട് ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ള ആളുകളാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി UK ആയിരിക്കും ആ ഒരു ആസ്പെക്റ്റിലും ചിന്തിക്കുകയാണെങ്കിൽ നല്ലതെന്ന് തോന്നുന്നു. കാരണം ഇവിടെ ഇപ്പോൾ നമ്മൾ പരസ്പരം ചിലപ്പോൾ once in a week ഒക്കെ മീറ്റ് ചെയ്താലായി, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. പിന്നെ അതുപോലെ ലെഷർ ടൈം ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു രണ്ടും ഈക്വലി ഗുഡായിരുന്നു. ഞാൻ അവിടെ ക്രിക്കറ്റ് ക്ലബ്ബിൽ കളിക്കാൻ പോകുമായിരുന്നു, ആക്റ്റീവ് ആയിരുന്നു. ഇവിടെയും ഇപ്പോൾ ഒരു ക്ലബ്ബിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ രണ്ടും ഈക്വലി ഗുഡാണ്. അപ്പോൾ ഇവിടെ കുറച്ചുകൂടി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈം കൂടുതൽ കിട്ടും. കലണ്ടറിൽ ഒരു 9 months അതിൻ്റെ കലണ്ടർ ഇയർ നമുക്ക് കിട്ടും, സമ്മറായിട്ട് തന്നെ കിട്ടും. അത് അവിടെ ഒരു UK-ലാണെങ്കിൽ അതൊരു റെസ്ട്രിക്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു. അത് അത്രയും നമുക്ക് ടൈം എന്തായാലും 9 months അവിടെ കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് ഇവിടെ രണ്ടിടത്തും കൺസിഡർ ചെയ്യുന്നതാകുമ്പോൾ ഇത് രണ്ടും ഒരു ഫാക്ടേഴ്സാണ്. അപ്പോൾ ഡിപ്പെൻസ് ഓൺ വാട്ട് യു തിങ്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റി. എനിക്ക് തോന്നിയിരിക്കുന്നത് ക്രിസ്മസിന്റെ സമയത്ത് സമ്മർ അത്
എന്താ പറയുക ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് മറ്റു രാജ്യങ്ങളിലൊന്നും ഇല്ലാത്തൊരു സംഭവമാണ്. അപ്പൊ ഈവൻ ഇവിടുത്തെ ഇംഗ്ലീഷുകാർക്കാണെങ്കിലും അവർ ഭയങ്കരമായിട്ട് അത് ഇപ്പൊ അവർക്ക് സമ്മർ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അപ്പൊ അത് ക്രിസ്മസിന്റെ ടൈമിലും കൂടി അത് കിട്ടുമ്പോൾ എന്താ പറയാ ബീച്ചിലൊക്കെ പോയി ശരിക്കും ആഘോഷിച്ച് ഭയങ്കര എന്റർടൈൻ ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പൊ അതും ഒരു എന്താ പറയുക ബെറ്റർ ക്വാളിറ്റി ബെറ്റർ ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇത് ഇപ്പൊ പറഞ്ഞതാണെങ്കിലും എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. ഇത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നും അഭിപ്രായങ്ങളുമാണ് പറഞ്ഞത്. അത് ചിലപ്പോൾ വേരി ചെയ്യാം. അത് നിങ്ങൾ കൺസിഡർ ചെയ്യാം, നിങ്ങൾ വെയ് ചെയ്യാം. അത് തീർച്ചയായും ഓരോരുത്തരുടെ പേഴ്സണൽ പെർസ്പെക്റ്റീവ് എന്നുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ വന്നിട്ട് ഫീൽ ചെയ്യുന്നത് വേറെ രീതിയിലാണ്, ചിലപ്പോൾ ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ബാഡ് ആയിട്ടൊക്കെ ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടിന്റെ വ്യത്യാസങ്ങളായിരിക്കും. എനിവേ ഇതൊക്കെയാണ് നമ്മുടെ ബെൻഡിഗോ എന്നുള്ളൊരു സ്ഥലത്തിനെ കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷൻസും വിശേഷങ്ങളും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എനിവേ അടുത്തൊരു പുതിയ വീഡിയോ, പുതിയ കാഴ്ചകൾ, പുതിയ ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.